കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൃഷ്ണയും തങ്കവും കൂടി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അന്നേരം തങ്കമാണെങ്കിൽ ഭഗവാന് മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കണേ, ഭഗവാനെ എൻ്റെ മോളുടെ ഓരോ പിറന്നാളിനും അവളുടെ അച്ഛൻ തിരിച്ചു വന്ന് എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയുന്നതും അവളെ എൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന. പക്ഷേ വർഷം ഇത്രയും കഴിഞ്ഞുപോയി, അവളുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കൂടിക്കാഴ്ച നടക്കണേ. എൻ്റെ മോള് അവളുടെ അച്ഛനെ കാണണം, അവർ തമ്മിൽ ഒന്നിച്ചു ചേരണം, അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ജീവിതം അവൾക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് തങ്കം. ഇതേസമയം കൃഷ്ണയാണെങ്കിൽ തങ്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഭഗവാനെ എൻ്റെ അമ്മക്ക് ഒരാപത്തും വരുത്താതെ അമ്മ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. പിന്നെ എൻ്റെ നവീനും നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി രണ്ടാളും തിരികെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം അവരെ കഥ മോളിക്കുട്ടി അവിടെ ഉണ്ടാകും. ആ മോളിക്കുട്ടി, നിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞു. അല്ല, രണ്ടുപേരുടെയും പ്രാർത്ഥനയൊക്കെ എന്തായി, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? എന്താണ് ഇന്ന് കാര്യമായിട്ട് പ്രാർത്ഥിച്ചത്? ഇവളുടെ നല്ലതിന് വേണ്ടിയല്ലാതെ ഞാനെന്ത് പ്രാർത്ഥിക്കാനാ? അല്ല അതിരിക്കട്ടെ, കൃഷ്ണ എന്താ പ്രാർത്ഥിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇതുപോലുള്ള സന്തോഷമുള്ള അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ ഊഹിക്കാമല്ലോ. ഒന്ന് പോയ മോളിക്കുട്ടി. അല്ല, നമ്മളിത് നേരെ വീട്ടിലേക്കാണോ പോകുന്നത്? വീട്ടിലേക്കല്ല പോകുന്നത്, നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോഴേ ആ ചർച്ചിൻ്റെ സ്റ്റോപ്പിൻ്റെ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യും. കൃഷ്ണയുടെ പേരിലെ അവിടെ കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ ഞാൻ നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യണം. അതെന്താണെങ്കിലും നന്നായി മോളിക്കുട്ടി. ആളുകളല്ലേ മാറുന്നുള്ളൂ, ദൈവം ഒന്ന് തന്നെയല്ലേ എന്ന് തങ്കം പറയുവാണ്. അങ്ങനെ അവർ മൂന്നാളും വണ്ടി കയറി അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തി അവിടുത്തെ പൂജകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന നവീനെയും ഗാഥേനെയും സിത്താരനെയും മുത്തശ്ശിനെയായിട്ട് കാണിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം തിരുമേനി അങ്ങോട്ടേക്ക് എത്തുവാം. പൂജകളും മറ്റു കർമ്മങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നഗത്തറയിലേക്ക് പോകാം, അവിടെയും കൂടി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടായില്ല, ധൈര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാം. ശരി തിരുമേനി. ഈ സമയം കഥ പറയണേ, നാഗത്തറയിലേക്കോ? ഞാനില്ല, നിങ്ങൾ പോയാൽ മതി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എന്താ മോളെ പറയുന്നത്? മമ്മി, അവിടെ പോയപ്പോഴാണ് എനിക്ക് പലതവണ നാഗത്തിനെ കണ്ടത്, പല മോശ സംഭവങ്ങളും അവിടെ വെച്ചുണ്ടായത്. ഇനിയൊരു പരീക്ഷണത്തിന് ഞാനിവിടുന്ന് എങ്ങോട്ടേക്കും വരില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, ഗാതമോളെ, ഇവിടെ ആ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ, പൂജകളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാണെന്ന്. അതുകൂടി ചെയ്താലേ പൂജക്കൊരു ഫലം ഉണ്ടാകുള്ളൂ. എന്നെ കൊണ്ടത് പറ്റില്ല. അന്നേരം മുത്തശ്ശി പറയണേ, അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ പിറന്നാൾ ആഘോഷിക്കാം എന്നുള്ള മോഹം മോള് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. പൂജ പൂർത്തിയാക്കാതിരുന്ന പിന്നെ അത് നാഗശാപം വർത്തി വെക്കുന്നതിന് തുല്യമായിരിക്കും. പിന്നീട് ഒരാഘോഷവും സമാധാനത്തോടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോളൂ. അന്നേരം സിത്താര പറയണേ, മോളെ ഗാതെ, നിനക്ക് വേണ്ടിയാ നവീനും മുത്തശ്ശിയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ഈ പറയുന്നത്, അല്ലാതെ അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്ന ഓർത്തിട്ടാണോ? നിൻ്റെ നവീൻ്റെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനല്ലേ ഈ പൂജകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, തടസ്സമൊന്നും പറയാതെ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി. അവിടെ വന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം, കൂടെ ഞങ്ങളെല്ലാവരും ഇല്ലേ. ധൈര്യമായിട്ട് വാ മോളെ. അങ്ങനെ പറഞ്ഞ് ഗാഥയും കുട്ടി നാഗത്തറയിൽ ചെല്ലുവാണ്. ഗാഥയാണെങ്കിൽ അവിടെ ചെന്നത് പേടിച്ച് വിറച്ച് ചുറ്റും നോക്കി ഭയന്ന് നിൽക്കുക. ഈ സമയം പൂജാരി പറയണേ, രണ്ടാളും കൂടി ഒരുമിച്ച് തന്നെ വന്ന് വിളക്ക് കൊളുത്തിക്കോളൂ. അങ്ങനെ ഗാഥ പേടിച്ച് നവീൻ്റെ ഒപ്പം ചെന്ന് ആ നാഗത്തറയിലെ വിളക്കൊക്കെ കൊളുത്തുവാണ്. അതിനുശേഷം എല്ലാവരോടും തൊഴുത് പ്രാർത്ഥിക്കാൻ പറയുവാണ് കേട്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ പ്രാർത്ഥിക്കാതെ ഭയന്ന് നിൽക്കുക. അന്നേരം സിത്താര ചോദിക്കണേ, ഗാഥേ, എന്താ പറ്റിയത്? മമ്മി, എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കുമോള്. ഇല്ല, കണ്ണടക്കാൻ എനിക്ക് പേടിയാ. അന്നേരം നവീൻ പറയണേ, ഗാഥ താ പേടിക്കാതെ, ഞങ്ങളൊക്കെ അരികിലുണ്ടല്ലോ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമോള്. അങ്ങനെ ഗാഥ കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ പൂർത്തിയായി. പൂജകളെല്ലാം ഭംഗിയായി തന്നെ അവസാനിച്ചു എന്ന് തിരുമേനി പറയുവാണ്. അങ്ങനെ തിരുമേനിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുക. അന്നേരം നവീൻ ചോദിക്കണേ, ഗാഥ എങ്ങനെയുണ്ട്, തൻ്റെ പേടിയും ഭയമൊക്കെ മാറിയോ? സത്യം പറയല്ലോ നവീൻ, ഇപ്പം എനിക്ക് ചെറിയൊരു ആശ്വാസമായതുപോലെയുണ്ട്. എന്നാവാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. അവരവിടെ നിന്ന് പോയ സമയത്ത് തന്നെ ആ നാഗത്തറയിലെ പൊത്തിൽ നിന്നും ഒരു പാമ്പ് പത്തി വിടർത്തി ഗാഥയെ തന്നെ നോക്കി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സുനന്ദയും ഗോപാലനും കൂടി കൃഷ്ണയുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ അവരെത്തിയത് കാണുന്നതും മോളിക്കുട്ടി അങ്ങോട്ട് ഓടിച്ചെല്ലണേ. ആ സുനന്ദേച്ചി, ആ മോളിക്കുട്ടിയോ? ദേ കൃഷ്ണേ, നമ്മുടെ ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടോ. ചീഫ് ഗസ്റ്റോ? ഞങ്ങളാണോടി നീ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നത്? പിന്നെ അല്ലാതെ നിങ്ങൾ വരുമോ ഇല്ലേ എന്നുള്ള സംശയത്തിൽ അവിടെ അകത്ത് കൃഷ്ണയും അമ്മയൊക്കെ. രണ്ടാളും വേഗം വാ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറ്റുവാ. ആ ഗോപാല, സുനന്ദേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുക. ഈ സമയം തങ്കം പറയുന്നുണ്ട്, സത്യം പറയാലോ, നിങ്ങളിനി അവസാന നിമിഷം വരാതിരിക്കുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു എനിക്ക്.
അതെ, നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള വിചാരിച്ച് മനസ്സിലൊരു ചെറിയ വിഷമം കൂടിപ്പോയത് കാരണോ ഇപ്പം സന്തോഷമായി. ആ ദേ പിറന്നാളുകാരിക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുക. അന്നേരം കൃഷ്ണ പറയണേ, ആ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ഒരു സാധനം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൃഷ്ണ റൂമിലേക്ക് ചെന്ന് സുനന്ദക്കും ഗോപാലിനും കൊടുക്കാനുള്ള ഡ്രസ്സിൻ്റെ കവറൊക്കെ എടുത്തുകൊണ്ട് വരുക. ദേ ഇത് സുനന്ദേച്ചിക്കാം, ഒരു ഡ്രസ്സാണ്. അന്നേരം ഗോപാല ചോദിക്കണേ, അല്ല ഇതെന്താ പിറന്നാളിന് ഇങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ടോ? ഇതറിഞ്ഞെങ്കിൽ ഞാനും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാനേ, അപ്പോൾ എനിക്കും കിട്ടുമായിരുന്നല്ലോ ഒരു ഡ്രസ്സ്. അന്നേരം തങ്കം പറയണേ, അതിന് ഗോപാലിന് വാങ്ങിച്ചില്ലെന്ന് ആര് പറഞ്ഞു, അതങ്ങ് കൊടുക്കുമോളെ. അങ്ങനെ ഗോപാലിന് വാങ്ങിച്ച പ്രസൻ്റൊക്കെ കൊടുക്കുവാണ്. ഈ സമയം ഗോപാലിന് ഒത്തിരി സന്തോഷമാക്കുവാണ് കേട്ടോ. ഗോപാലൻ പറയണേ, തങ്കം കേട്ടോ, ഇനി ഞാൻ ആരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചാലും പോകും, ഇതുപോലെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ. അല്ല മോളിക്കുട്ടിക്ക് കൊടുത്തില്ല ഡ്രസ്സൊന്നും? എനിക്ക് കിട്ടേണ്ടതൊക്കെ നേരത്തെ തന്നെ തന്നായിരുന്നു, അക്കാലത്തിലൊക്കെ കൃഷ്ണയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. അന്നേരം തങ്കം പറയണേ, പിറന്നാളിന് അമ്മക്ക് മാത്രം ഡ്രസ്സ് എടുത്താൽ പോരാ, മോളിക്കുട്ടിക്കും സുനന്ദക്കും അതുപോലെ ഗോപാല മാമക്കൊക്കെ ഡ്രസ്സ് എടുക്കണം എന്ന് മോള് പറഞ്ഞു. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കുടുംബമല്ലേ. അങ്ങനെ പിന്നീട് അവർ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ ഗാഥക്ക് നല്ല പിറന്നാൾ സമ്മാനം കൊടുക്കുക. ഇതാ എൻ്റെ ഗിഫ്റ്റ്, താൻ തുറന്നു നോക്കി ഇഷ്ടപ്പെട്ടോ എന്ന്. അങ്ങനെ ഗാഥ തുറന്നു നോക്കുമ്പോൾ നല്ല വിലപിടിപ്പുള്ള ഡയമണ്ടിൻ്റെയോ മറ്റോ ഒരു നെക്ലേസാണ് കേട്ടോ, വലിയ നെക്ലേസും അതിൻ്റെ ഇയറിങ്സും ഒക്കെയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഗാഥ ഒത്തിരി ഇമ്പ്രസ് ആയിരിക്കുക. വാവ് നവീൻ, ഇറ്റ്സ് വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അന്നേരം സിത്താര അങ്ങോട്ടേക്ക് വരിക. ദേ മമ്മി ഇത് കണ്ടോ, നവീൻ എനിക്കത് ഗിഫ്റ്റാ, എങ്ങനെയുണ്ട്? ഓ കൊള്ളാലോ നവീൻ, സൂപ്പർ സെലക്ഷൻ, നന്നായിട്ടുണ്ട്. അന്നേരം മാണിക്കുഞ്ഞും സുമിത്രയൊക്കെ വരുക. എന്താ എല്ലാവരും കൂടി ഒരു ആലോചന? ദേ അമ്മേ നോക്കിക്കേ, നവീൻ എനിക്കത് ഗിഫ്റ്റാ. ആഹാ കൊള്ളാലോ. എല്ലാം നവീൻ സാർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിയ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എടോ മാണിക്കുഞ്ഞേ, ഇതേ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിലുള്ള ഒരു രഹസ്യമോ, അതൊക്കെ തന്നോട് പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? ഈ സമയം ചിരിച്ചുകൊണ്ട് സുമിത്ര പറയണേ, എൻ്റെ മാണിക്കുഞ്ഞ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്, സാരമില്ല. ഇനി മാണിക്കുഞ്ഞിൻ്റെ വിവാഹം കഴിയുമ്പോഴേ മാണിക്കുഞ്ഞിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ നവീനോട് പറയണ്ട, അപ്പോൾ അതങ്ങ് ടാലിയായി പൊക്കോളൂലേ. ആ അത് ശരിയാ, അപ്പം ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ കല്യാണമൊക്കെ എപ്പം നടക്കാനാ? അതൊക്കെ നടക്കുമെന്നേ മാണിക്കുഞ്ഞ്. പിന്നെ നവീന് മോനെ, നീ തന്നെ ആ ഒരു മാല ഗാതമോളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്ക്. അതൊക്കെ വേണോ? പിന്നല്ലാതെ ഭാര്യയുടെ പിറന്നാളിന് ഭർത്താവ് സ്നേഹത്തോടെ വാങ്ങിയ ഗിഫ്റ്റ് അല്ലേ, അപ്പോൾ അത് ഭർത്താവിൻ്റെ കൈകൊണ്ട് തന്നെ അണിയിക്കുന്നത് അതിൻ്റെ ഒരു രസം. അതേ നവീൻ തന്നെ ഇതെൻ്റെ കഴുത്തിൽ അണിയിക്കണം. അന്നേരം നവീനത് വാങ്ങി അണിയിക്കാൻ തുടങ്ങുക. ഈ സമയമാണ് കുഞ്ഞു പറയണേ, എൻ്റെ സാർ എന്തായി കാണിക്കുന്നത്? ഇതിങ്ങനെ നമ്മൾ 3-4 പേരും കൂടി ചേർന്ന് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണോ? ഹോളിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ ഈ ഗിഫ്റ്റൊക്കെ അണിയിക്കേണ്ടത്, അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. അന്നേരം സിത്തര പറയണേ, അത് മാണിക്കുഞ്ഞ് പറഞ്ഞാലും കാര്യമുണ്ട്, എന്താണെങ്കിലും പൂജ മറ്റൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് നടക്കാം. ആ സമയം അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഇത് മോളുടെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്യാം. ആ അതെ, അതാണ് കറക്റ്റ്. സാറേ ഗാഥ മേഡം, എല്ലാവരും കൂടി എന്നാൽ ബർത്ത്ഡേ ഹാളിലേക്ക് വാ. ബർത്ത്ഡേ ഹാളോ? അല്ല, നമ്മൾ ഹാളിലാണല്ലോ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അങ്ങനെയും പറയാമല്ലോ. എല്ലാവരും വാ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പൂജാരിയോട് പറഞ്ഞോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ. ശ്രീനിവാസ് പറയണേ, പൂജാരി ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്, അവളുടെ പേരിൽ എല്ലാ വഴിപാടുകളും അർച്ചന നടത്തണം. അല്ല, മോളെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ ഇവിടെ വരെ എത്തി, ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലേ? ഇല്ല, അധികം പരീക്ഷിക്കാതെ എൻ്റെ മോളെ ഭഗവാനായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ കണ്ടെത്തി തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 6 ദിവസത്തിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുവാൻ സാർ, അധികം വൈകാതെ തന്നെ സാറ് മോളെ കണ്ടെത്തും. അങ്ങനെ പറഞ്ഞ് പൂജാരി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്രീനിവാസ് ഭഗവാന് മുമ്പിൽ തൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഭഗവാനെ, ഇനിയും അധികം പരീക്ഷിക്കാതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോളെ ശാന്തിനും കണ്ടുപിടിച്ച് തരാനുള്ള വഴി കാണിക്കണേ, അവരെൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇതേസമയം അവിടെ ഭക്ഷണം എടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കോട്ടോ തങ്കവും സുനന്ദയും മോളിക്കുട്ടിയൊക്കെ. അന്നേരം സുനന്ദ ചോദിക്കുന്നുണ്ട്, അല്ല അനിയൻ സാറൊന്നും വരൂലേ? പിന്നെ വരാതെ, സാർ വരൂലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഇന്നിവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലും ഉണ്ടായില്ല. അനിയൻ സാറല്ലേ ഇവരുടെ രക്ഷകൻ. അന്നേരം തങ്കം പറയണേ, ശരിയാ, ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയും ഉണർവും ഒക്കെ കിട്ടിയതുപോലെയുണ്ട്. ആ നാട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ ഇരുട്ടിലായിരുന്നു തന്നെ ജീവിതമൊക്കെ. എൻ്റെ മോളുടെ ജീവിതത്തിലും സംഭവിച്ചതൊക്കെ സുനന്ദയെ കണ്ടതല്ലേ. ഇവിടെ എത്തിയപ്പോൾ അതിനൊരു മാറ്റം തോന്നിയത്, ജീവിതത്തിന് പുതിയൊരു അർത്ഥം വെച്ചത്. അതിനെല്ലാം കാരണം ആ അനിയൻ സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഹായമുള്ളതുകൊണ്ടല്ലേ കൃഷ്ണയ്ക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു കടയിട്ട് ഇപ്പോൾ കാണുന്ന പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അന്നേരം സുനന്ദ പറയണേ, ഇപ്പോൾ ചെറിയ കട, ഇനി പതിയെ അത് വികസിച്ച് ഈ നാട്ടിൽ തന്നെ നിങ്ങൾ രണ്ടാളും ഒരു കൊച്ചു മുതലാളികളായി മാറും. ഓ, അത്രയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല.
ഈ സമയം കൃഷ്ണയാണെങ്കിൽ പുറത്ത് അവിടെ ശ്രീനിവാസം വരുന്നത് കാത്തു നിൽക്കുക. അന്നേരം ഗോപാലൻ അങ്ങോട്ടേക്ക് വരിക. എന്തായി മോളെ, അനിയൻ സാറിനെ കാത്തു നിൽക്കുവാണോ? എന്നാൽ മോൾക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടെ? ആ, ഞാനൊന്ന് വിളിക്കട്ടെ സാറിനെ. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം ശ്രീനിവാസ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം കൃഷ്ണയുടെ കോള് കാണുമ്പോൾ അറ്റൻഡ് ചെയ്യുക. ആ മോളെ പറ. ആ സാർ എവിടെ എത്തി? ഇങ്ങോട്ടേക്ക് എത്താറായോ? ഞാൻ പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണല്ലേ. അന്ന് കടയുടെ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നു. അതിൻ്റെ ഒരു സംശയം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടല്ലേ. മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ശരി സാർ. ഇവിടെ എല്ലാവരും സാറിനെ കാണാനായിട്ട് കാത്തിരിക്കുക. സാറിപ്പോൾ എത്താറായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാവർക്കും നിങ്ങൾ റെഡിയാക്കി വെക്കാം കേട്ടോ. ശരി മോളെ. മോളുടെ ഇന്നത്തെ പിറന്നാളെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ചു പൊളിക്കും. അങ്ങനെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ കൃഷ്ണ സന്തോഷത്തോട് പറയണേ, അനിയൻ സാറേ 5 മിനിറ്റിലും എത്തുമെന്ന് പറയണേ. ഞാനേ അകത്ത് പോയിട്ട് വേഗം എല്ലാം റെഡിയാക്കാൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് ഓടി ചെല്ലുക. അമ്മേ സുനന്ദേച്ചി, ദേ അനിയൻ സാറേ ഉടനെ എത്തും. എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിക്കും. അന്നേരം സുനന്ദ പറയണേ, ഓ അനിയൻ സാറ് വരുന്നെന്ന് കേട്ടപ്പോഴുള്ള മോളുടെ സന്തോഷം കണ്ടില്ലേ? ആള് നടത്തുന്നുമല്ലല്ലോ, പിന്നെ അല്ലാതെ അനിയൻ സാറിനെ പോലെ വലിയൊരാൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വരുമല്ലേ. അപ്പോൾ എനിക്കതൊരു സന്തോഷം ഉണ്ടാവില്ലേ? അമ്മേ ദേ വേഗം വന്നാൽ പുതിയ സാരിയെ കൊടുത്ത് നിൽക്ക്. അന്നേരം സുനന്ദ ചോദിക്കണേ, അതെന്താ തങ്കച്ചിരി പെണ്ണ് കാണാനായിട്ടാണോ വരുന്നത്? അന്നേരം കൃഷ്ണ പറയണേ, എൻ്റെ അമ്മ സാരിയിലൊന്ന് ഉടുത്തൊരുങ്ങി നിന്ന് കഴിഞ്ഞാലേ ആരും ഒന്ന് നോക്കി നിന്നു പോവും. അത്രയ്ക്ക് സുന്ദരിയല്ലേ എൻ്റെ അമ്മ. അങ്ങനെ അതെല്ലാം കേട്ട് അവരെല്ലാവരും ജയിച്ച് സന്തോഷത്തോടെ കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഹോളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അന്നേരം നിർമ്മല, ഉദയനും കീർത്തി വീട്ടിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടാവും. ഈ സമയം സിത്താര പറയണേ, എന്നാൽ പിന്നെ പൂജകളും മറ്റുമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടിയിലേക്കൊക്കെ പോകാം അല്ലേ? നവീനെ ആദ്യം തന്നെ മോനാ മാലയെടുത്ത് ഗാതമോളുടെ കഴുത്തിലണിയിക്കും. അങ്ങനെ നവീൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ. അതിൽ ഇരിക്കുന്ന മാല കണ്ടിട്ട് കണ്ണും തള്ളി നിൽക്കുവാണ് നിർമ്മലയും കീർത്തിയൊക്കെ. കീർത്തി പറയണേ, അമ്മേ ആ മാല കണ്ടോ? ലക്ഷങ്ങളൊന്നുമല്ല, അതിലേക്കും മേലെയാണ് അതിൻ്റെ വില എന്നും പറഞ്ഞ് കണ്ണും തള്ളി നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം നിർമ്മല പറയണേ, നിൻ്റെ അച്ഛനോട് പറ നിനക്കും അതുപോലെ ഒരെണ്ണം വേണമെന്ന്. അന്നേരം ഉദയം അത് കേട്ടിട്ട് പറയണേ, ആ എന്നാലേ രാത്രി പറഞ്ഞാൽ മതി. രാത്രിയാണ് ജ്വല്ലറിയൊക്കെ മോഷ്ടിക്കാൻ പറ്റിയ സമയം. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എനിക്കിത് ഗാദിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ? അന്നേരം തന്തം പറയണേ, അതിനെന്താണ് ഇത്ര ചോദിക്കാൻ, നീ അങ്ങ് ഇട്ട് കൊടുക്ക്. അങ്ങനെ നവീന മാല എടുത്ത് താത്തയുടെ കഴുത്തിലണിയിക്കാൻ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്